മാലിന്യം പേറുന്ന തോടുകളും പുഴകളും 24 വാർത്താ പരമ്പരയ്ക്ക് വിഷയമാകുന്നു. കണ്ണു തുറക്കൂ, കാണൂ. മൂക്കുപൊത്താതെ ഞങ്ങൾക്കിവിടെ കുളിക്കാൻ കഴിയുന്നില്ല എന്ന് IPL മുംബൈ ഇന്ത്യൻസ് താരം വിഷ്ണു വിനോദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുമ്പോൾ ഓരോ മലയാളിയും ലജ്ജിച്ച് തല താഴ്ത്തണം. KCAയുടെ പരിശീലന ടർഫിൻ്റെയും ഫുട്ബോൾ അസോസിയേഷൻ്റെ സ്റ്റേഡിയത്തിൻ്റെയും നടുക്കാണ് തിരുവല്ല നഗരസഭയിലെ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. നിരവധി തവണ പരാതി കൊടുത്തു, ഫലമുണ്ടായില്ല. മന്ത്രിയെ നേരിൽ കാണാൻ ഒരുങ്ങുകയാണ് അവിടുത്തെ ഒരു കൂട്ടം കായിക പ്രേമികളിപ്പോൾ. മലയാളികളുടെ അഭിമാന താരം വിഷ്ണു വിനോദിൻ്റെ ഈ കുറിപ്പ് കണ്ട് നമ്മൾ ഓരോരുത്തരും തല താഴ്ത്തണം. അത്രയ്ക്ക് അസഹനീയമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തിരുവല്ല ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലെ അവസ്ഥ. തിരുവല്ല നഗരസഭയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പ്രദേശത്ത് വേർതിരിക്കാൻ മാത്രമേ കരാറുകാരന് അനുമതിയുള്ളൂ. പക്ഷേ നടക്കുന്നത് അങ്ങനെയല്ല. ഭയങ്കര സ്മെല്ലാണ്. നമുക്കിവിടെ കുട്ടികൾക്ക് പരിശീലിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. നിരവധി തവണ നമ്മൾ അതിൻ്റെ കോൺട്രാക്ടറായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പരാതിപ്പെട്ടു, നമുക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പലതവണയായിട്ട് അവരോട് പറഞ്ഞു. കൂടാതെ മുനിസിപ്പൽ അധികാരികളെയും നമ്മളിത് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാതെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രോപ്പർട്ടി നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എങ്കിലും പലതവണ ഇവിടെ പോവുകയും രേഖാമൂലം നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ശരിയാവണ്ണം അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതിൽ വളരെയധികം ആശങ്കയുണ്ട്. മാസ്ക് ധരിച്ചാണ് ക്രിക്കറ്റ് താരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്നത്. പരിശീലനത്തിനെത്തുന്ന താരങ്ങൾക്ക് ശരീരം ചൊറിഞ്ഞു പൊട്ടുന്നതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും പരാതി. നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും അധികൃതർ കേട്ട ഭാവമില്ല. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കൊന്ന് പുറത്തുനിന്നും പല ഹോസ്പിറ്റലുകൾ, പിന്നെ ഫ്ലാറ്റുകൾ, ഇവിടെ നിന്നെല്ലാം മാലിന്യം ഇവിടെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്ഥിതിയായി. ഇതിനെതിരെ ഞങ്ങൾ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ ആദ്യം 14,000 കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. എന്നിട്ടും അധികാരികൾ അത് കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ നിയമം അനുവദിക്കുന്നില്ലേലും തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ കൂടുമ്പോൾ അതിനകത്തേക്ക് ഞങ്ങൾ തിരുവല്ലയിലെ കായിക പ്രേമികൾ, ക്രിക്കറ്റ് അസോസിയേഷൻ, ഫുട്ബോൾ അസോസിയേഷൻ, ചില മുനിസിപ്പൽ കൗൺസിലിൻ്റെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ അതിന് കഴിഞ്ഞ ദിവസങ്ങളിനകത്ത് കയറി പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോഴും ഇപ്പോഴും ഈ സ്റ്റേഡിയത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ മുനിസിപ്പാലിറ്റി മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരാഴ്ച കൊണ്ട് പ്രദേശത്തെ മാലിന്യങ്ങൾ മുഴുവൻ നീക്കാമെന്നാണ് കരാറുകാരൻ അവകാശപ്പെടുന്നത്. പക്ഷേ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം ഉറപ്പ് യാഥാർത്ഥ്യമാകില്ല എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ്. തിരുവല്ല നഗരത്തിലെ മുഴുവൻ മാലിന്യമാണ് ഇവിടെ കിടക്കുന്നത്. ഇത് പേറേണ്ടത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് അധികാരികളുടെ മുൻപിലേക്ക് വെക്കുന്നത്. പ്രശ്നപരിഹാരം അടിയന്തരമായി വേണം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.